കൈ മുകളിലേക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടോ? മുടി ചീകാനോ, ഷർട്ട് ഇടാനോ അല്ലെങ്കിൽ കൈ പുറകിലേക്ക് എത്തിക്കാനോ കഴിയുന്നില്ലേ? രാത്രി തോളുവേദന കാരണം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ അതൊരു സാധാരണ തോളുവേദന ആവണമെന്നില്ല. ഫ്രോസൺ ഷോൾഡർ എന്ന അവസ്ഥയാവാം. എന്താണ് ഫ്രോസൺ ഷോൾഡർ? നിങ്ങൾക്ക് ഇതുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? പറഞ്ഞു തരാം. ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്നത് നമ്മളുടെ തോളിന് ചുറ്റുമുള്ള ക്യാപ്സ്യൂൾ മുറുകുകയും കട്ടിയാവുകയും ചെയ്യുന്നതിനാൽ ഷോൾഡറിന്റെ മൂവ്മെന്റ് ക്രമേണ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. ഇതൊരു സാധാരണ മസിൽ പെയിൻ അല്ല. അതുകൊണ്ടാണ് എണ്ണ തേച്ചാലോ അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിച്ചാലോ ഒന്നും പലപ്പോഴും പ്രശ്നം പൂർണ്ണമായി മാറാത്തത്. ഫ്രോസൺ ഷോൾഡറിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തോളിൽ വേദന തുടങ്ങും. പ്രത്യേകിച്ച് രാത്രിയിലാണ് വേദന കൂടുതൽ അനുഭവപ്പെടുന്നത്. പിന്നീട് കൈ ഉയർത്താനും കൈ പിന്നിലേക്ക് എടുക്കാനും ഒപ്പം ഷർട്ട് ധരിക്കാനും മുടി ചീകാനും ഷെൽഫിന് മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടാകും. കാലക്രമേണ രോഗികളിൽ വേദനയേക്കാൾ ബുദ്ധിമുട്ടായി ഷോൾഡറിന്റെ മൂവ്മെന്റ് കുറയുന്നതാണ് പ്രശ്നമാകുന്നത്. ആർക്കൊക്കെയാണ് ഫ്രോസൺ ഷോൾഡർ വരാൻ സാധ്യതയുള്ളത്? പ്രത്യേകിച്ച് 40-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവർ, ഡയബറ്റിസ് ഉള്ളവർ, തൈറോയിഡ് രോഗമുള്ളവർ, ഷോൾഡറിന് സർജറി കഴിഞ്ഞവർ, ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ടായവർ, കൈ അധിക നാൾ അനക്കാതെ വച്ചവർ, ഇവർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതൽ. ഫ്രോസൺ ഷോൾഡറിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചാൽ വേദന കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ സ്റ്റിഫ്നെസ് അഥവാ പിടുത്തം ഒഴിവാക്കാനും ഒപ്പം ഷോൾഡറിന്റെ മൂവ്മെന്റ് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. പക്ഷേ ചികിത്സ വൈകിയാൽ ഷോൾഡറിലെ ക്യാപ്സ്യൂൾ കൂടുതൽ മുറുകുകയും ദൈനംദിന കൃത്യങ്ങൾ പോലും ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ഒപ്പം റിക്കവറി വളരെ താമസിച്ചുണ്ടാവുകയും ചെയ്യുന്നു. ഷോൾഡറിന്റെ മൂവ്മെന്റ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, ഡയബറ്റിസ് ഉണ്ടോ, തൈറോയിഡ് ഉണ്ടോ, ഒപ്പം റൊട്ടേറ്റർ കഫ് മുതലായ മസിലുകൾക്ക് എന്തെങ്കിലും തകരാറുകളുണ്ടോ, ഇതെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഞാൻ എൻ്റെ രോഗികളെ ചികിത്സിക്കാറുള്ളത്. ശരിയായ ചികിത്സ ചെയ്താൽ ഷോൾഡറിന്റെ മൂവ്മെന്റ് പൂർണ്ണമായി തിരിച്ചെടുക്കാനും ഒപ്പം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്നു. നിങ്ങൾക്ക് കൈ മുകളിലേക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യൂ. ഒപ്പം തോളുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കൂടാതെ സ്പൈൻ, ജോയിന്റ്, ഫ്രോസൺ ഷോൾഡർ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.